അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു പ്രാണപ്രതിഷ്ഠ. പ്രാണപ്രതിഷ്ഠയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ്? 40 ക്യാമറകൾ അവിടെ ഗർഭഗൃഹത്തിലേക്ക്, ഒരു ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിൽ 40 ക്യാമറ ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. അതും 4K ക്വാളിറ്റിയുള്ള 40 ക്യാമറകൾ എന്നുള്ളതാണ് നമ്മൾ ആ ഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം. ഇപ്പോൾ നരേന്ദ്രമോദി ഉദ്ഘാടനം കഴിഞ്ഞു പ്രാണപ്രതിഷ്ഠയിലൂടെ. സമാപനത്തിൽ വിവേകാനന്ദ പാറയിലെത്തി ധ്യാനമിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സമാപന പരിപാടിയിലും ഈ പറയുന്ന 40ഓ 80ഓ 4K ക്യാമറകൾ തന്നെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ മനസ്സിലായി. നോക്കൂ, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇവൻ്റാണ്. ഒരു സ്പിരിച്വൽ ലീഡർ എന്നൊന്നും നരേന്ദ്രമോദിയെ കുറിച്ച് പറയല്ലേ. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ ചരിത്ര പുസ്തകത്തിൽ വായിച്ചൊന്നുമല്ലോ, വർത്തമാന പത്രങ്ങളിൽ കണ്ടതാണല്ലോ, അല്ലെങ്കിൽ ടെലിവിഷൻ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുള്ളതാണല്ലോ. ഞാൻ പോയിട്ടുള്ളതാണ് 2002 ഗുജറാത്ത് കലാപത്തിൽ. അവിടെ എന്താണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ചെയ്തു കൂട്ടിയിട്ടുള്ളത് എന്നുള്ളത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്.